എൻ്റെ പേര് റോണി കാക്കനാട്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അതേപോലെ ഒരു ആക്റ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറും കൂടെയാണ്. പലരുടെയും ഒരു പ്രശ്നമായിരിക്കും നല്ലൊരു സ്റ്റോക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് ഏത് ടൈമിൽ അത് വാങ്ങിക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഏതാണ് റൈറ്റ് ടൈം, അത് വാങ്ങിക്കേണ്ട റൈറ്റ് ടൈം എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഒരു സിമ്പിൾ മെക്കാനിസമാണ് ഞാൻ കാണിക്കുന്നത്. ചിലർക്ക് അത് സിമ്പിളായിരിക്കാം, ചിലർക്ക് അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ വളരെ സന്തോഷം. സോ പലർക്കും അറിയാവുന്ന പോലെ ഗൂഗിൾ ഷീറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ കുറച്ച് എൻ്റേതായ കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു എന്ന് മാത്രം. സോ ഇതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ ചെന്ന് ഗൂഗിൾ ഷീറ്റ് സെർച്ച് ചെയ്യാം. ഗൂഗിൾ ഷീറ്റ് ചെന്ന് സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് കിട്ടും. ഇവിടെ നമുക്ക് കമ്പനി, പ്രൈസ്, ലോയ് അങ്ങനെ ഡിഫറൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആപ്ലിക്കേഷനും മൊബൈൽ ആപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകാം. പക്ഷേ അതിൽ എല്ലാ ദിവസവും പോയി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന എല്ലാ സ്റ്റോക്കിൻ്റെയും വാല്യൂ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല സൈറ്റുകളുണ്ടാകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മണി കൺട്രോളിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ സൈറ്റിനേക്കാൾ കൂടുതൽ മൊബൈലായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുള്ള്. എന്നാലും ITസിലെ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി റേഞ്ചും കാണിക്കും, ഒരു വർഷത്തെ ലോവസ്റ്റും ഹയസ്റ്റും കാണിക്കും, അതിൻ്റെ വോളിയവും കാര്യങ്ങളൊക്കെ കാണിക്കും. സോറി, അതിനകത്ത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കും. അതായത് അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു വരാം. ഇതെല്ലാം കണ്ടാൽ നമുക്കതൊരു വാങ്ങിക്കേണ്ട റൈറ്റ് ടൈം ആയോ എന്ന് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനായിട്ട് ഞാനിവിടെ ഗൂഗിൾ ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ഷീറ്റിൽ പോയി നമ്മൾ ഓരോ കമ്പനിയുടെ ഡീറ്റെയിൽസ് മാനുവലി ടൈപ്പ് ചെയ്ത് ഡേറ്റ എടുക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ നമുക്കൊരു ടൂൾ തന്നെയുണ്ട്. ഗൂഗിൾ ഫിനാൻസ് എന്ന് പറയുന്ന സൈറ്റ് വഴി അവർ തന്നെ പ്രിപ്പയർ ചെയ്തേക്കുന്ന കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഗൂഗിൾ ഫിനാൻസ് ഫോർമുല സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫോർമുലാസ് അവർ തരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ പേര്, അതിൻ്റെ കറണ്ട് പ്രൈസ്, അവരുടെ ഒരു വർഷത്തെ ലോവസ്റ്റ് പ്രൈസ്, ഹയസ്റ്റ് പ്രൈസ്, പിന്നെ ഈ ഹയസ്റ്റ് പ്രൈസിൻ്റെയും ലോവസ്റ്റ് പ്രൈസിൻ്റെയും ഡിഫറൻസ് എടുത്തിട്ട് ഞാൻ ഈ പ്രൈസിൻ്റെ കളറിങ് ഒരു 4 സെഗ്മെൻറ്റിലായി തിരിക്കുകയാണ്. അതായത് റെഡ് കളർ വിച്ച് മീൻസ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിന് റേഞ്ചിലാണ് ഇപ്പോഴും കിടക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുകയാണ്. നമുക്ക് കമ്പനിയുടെ പേര് A എന്ന് വിളിക്കാം. കമ്പനിയുടെ പ്രൈസ്, കറണ്ട് പ്രൈസ് 150 എന്ന് കരുതുക. അവിടെ ലോവസ്റ്റ് പ്രൈസ് 100 എന്ന് കരുതുന്നു, ഹയസ്റ്റ് പ്രൈസ് 200. സോ ഇവിടെ നമുക്കിപ്പം ഈ 3 വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ 2 വാല്യൂവിൻ്റെ, അതായത് ഹയസ്റ്റിൻ്റെയും ലോവസ്റ്റിൻ്റെയും ഡിഫറൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി എഴുതി വെക്കാം, പക്ഷേ ഓരോ കമ്പനികളുടെയും സ്റ്റോക്ക് വാല്യൂ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു ഫോർമുല ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു D2 മൈനസ് C2 ടൈപ്പ് ചെയ്യുന്നു. നമുക്കിവിടെ ഇതിൻ്റെ ഡിഫറൻസ് കിട്ടി. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഡിഫറൻസിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതായത് 1/4 എടുക്കുന്നു. അതായത് ഈ ഡിഫറൻസിൻ്റെ 1/4 ഈ ലോവസ്റ്റ് പ്രൈസിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു ടൈപ്പ് ചെയ്യുന്നു, C2 മീൻസ് ലോവസ്റ്റ് പ്രൈസ് പ്ലസ് ഒരു ബ്രാക്കറ്റിൽ ഡിഫറൻസിൻ്റെ 1/4 ആണ് വേണ്ടത്. അപ്പോൾ E2/4 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വാല്യൂ 125 ഇവിടെ കിട്ടി. ഇതേപോലെ ഞാനിവിടെ 1/2 എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ടൈപ്പ് ചെയ്യുന്നു C2 പ്ലസ് ബ്രാക്കറ്റിൽ E2/2 150 കിട്ടി. ഇനി അത് അടുത്തായിട്ട് വേണ്ടത് എനിക്ക് 3/4 ആണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു C2 പ്ലസ് ബ്രാക്കറ്റിൽ E2 ഇൻറ്റു 3/4 ടൈപ്പ് ചെയ്യുന്നു.
ഇവിടെ 175 കിട്ടി. ഇവിടെ ഞാൻ ചെയ്യുന്നത്, എനിക്കിവിടെ കാണാം കറണ്ട് പ്രൈസ് 150 ആണ്. ഇതിപ്പോൾ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നിയർ ടു ഹാഫ് ആണ്. സോ ഞാനിവിടെ ചെയ്യുന്നത് ആ ഹാഫിന് 1/4 താഴെയാണെങ്കിൽ റെഡ് കളർ ഞാൻ മാപ്പ് ചെയ്യുന്നു. കളർ മാപ്പിംഗ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഒരു കമ്പനി ITC എന്ന് പറയുന്ന ഒരു കമ്പനിയെ നമുക്ക് എടുക്കാം. ITC സെർച്ച് ചെയ്തു. ഇതിൻ്റെ കറണ്ട് പ്രൈസ് എങ്ങനെ ഗൂഗിൾ ഷീറ്റിലേക്ക് കിട്ടുകയെന്ന് വെച്ചാൽ, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ ഫിനാൻസ് ടൈപ്പ് ചെയ്യുന്നു, ഡബിൾ കോട്ട്സിൽ NSE അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ITC ടൈപ്പ് ചെയ്യുന്നു, ബ്രാക്കറ്റ് സ്പേസ്. നമുക്ക് ഈ ടൈറ്റിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യുന്നത് $1 കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ വാല്യൂ കിട്ടി. ഇനി എനിക്ക് ലോവസ്റ്റും ഹയസ്റ്റും കിട്ടണം. അതിനായിട്ട് ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ കമ്പനിയുടെ ലോവസ്റ്റ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും കിട്ടി. ഇനി ഞാനിവിടെ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഈ സെയിം കോപ്പി ചെയ്ത് ഇവിടെ ഇടുക. ഇവിടെ ഈ ടിക്കർ വാല്യൂ എന്ന് പറയുക, ഓരോ കമ്പനിക്കും ടിക്കർ വാല്യൂ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫിനാൻസിൽ പോയി ഇവിടെ ITC നോക്കുകയാണെങ്കിൽ ITC കിട്ടും. ഇവിടെ ടാറ്റ മോട്ടോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഇവിടെ അതിൻ്റെ ടിക്കർ വാല്യൂ ഉണ്ടാകും. എന്നിട്ട് നമ്മളിവിടെ തിരിച്ചു വരുന്നു. ഇവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ കറണ്ട് പ്രൈസ് നമുക്ക് ഇവിടെ കിട്ടി. ഈ നോട്ടിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോവസ്റ്റ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ നോഡ് താഴോട്ട് വലിച്ചാൽ മതി. ഇവിടെയും സ്ക്രോൾ ചെയ്യുന്നു, ഇവിടെയും സ്ക്രോൾ ചെയ്യുന്നു, ഇവിടെയും സ്ക്രോൾ ചെയ്യുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു കളർ മാപ്പിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പ്രൈസ് ഇന്ന റേഞ്ചിലെത്തുമ്പോൾ അതിനൊരു കളർ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ ഈ പ്രൈസിൽ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടീഷൻ ഫോർമാറ്റിംഗ് എടുക്കുന്നു. ഇവിടെ ഫോർമാറ്റ് സെൽ ഇഫ് എന്നുള്ളത് മാറ്റി കസ്റ്റം ഫോർമുല ആക്കുന്നു. എന്നിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ഈക്വൽ ടു B2. B2 മീൻസ് ഈ പ്രൈസ്, കറണ്ട് പ്രൈസ് ഗ്രേറ്റർ ദാൻ 3/4, അതായത് ഡിഫറൻസിൻ്റെ 4/1 3/1 മുകളിലാണെങ്കിൽ നമുക്കത് ഏറ്റവും ഹയസ്റ്റ്, നിയർ ടു ഹയസ്റ്റ് ആയിട്ട് കാണിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ H2 കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ എൻ്റെ ഒരു കളർ ഷെയ്ഡ് കൊടുക്കുന്നു, ഗ്രീൻ, ഒരു ഗ്രീൻ ഷെയ്ഡ് മെൻഷൻ ചെയ്യുന്നു. ഞാൻ കളർ ടെക്സ്റ്റിൻ്റെ കളർ സെറ്റ് ചെയ്യുന്നു, ഡൺ കൊടുക്കുന്നു. ഇനി അടുത്തൊരു റൂള് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ വീണ്ടും കസ്റ്റം ഫോർമുല എടുക്കുന്നു, ഈക്വൽ ടു B2 ലെസ് ദാൻ 1/4 താഴെയാണോ നോക്കുന്നു, F2 കൊടുക്കുന്നു. നമ്മളവിടെ റെഡ് കളർ മാപ്പ് ചെയ്യുകയാണ്. കറൻ്റ്ലി ഈ 3 സ്റ്റോക്കിൽ ഒരു കമ്പനി ഏറ്റവും 1/4 താഴെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 1/4 ഡിഫറൻസിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇത് വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത കണ്ടീഷൻ, ഈ കറണ്ട് പ്രൈസ് 1/4 ഡിഫറൻസിൻ്റെ ഹാഫ്, അതായത് സെൻട്രൽ പാർട്ടിലും ഇടയിലാണോ, ഈ 2 വാല്യൂസിന് ഇടയ്ക്കാണോ നിൽക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് വീണ്ടും അടുത്ത കസ്റ്റം ഫോർമുല എടുക്കുന്നു, ഈക്വൽ ടു ആൻഡ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് B2 ഗ്രേറ്റർ ദാൻ F2 ആണോ എന്നുള്ളതാണ്. F2 ആണോ സെർച്ച് ചെയ്യുന്നു, B2 ലെസ് ദാൻ G2 ആണോ എന്നുള്ളത് നോക്കുന്നു. അവിടെ നമ്മൾ റെഡ് കളറിന് പകരം ഒരു ഒരു ഓറഞ്ച് കളർ കൊടുക്കുക. റെഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് മെൻഷൻ ജസ്റ്റ് മീൻ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ITCയുടെ സ്റ്റോക്ക് അങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് നേരെ തിരിച്ച് ഈ 3/4 ഹാഫിൻ്റെയും ഇടയിലാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത കസ്റ്റം ഫോർമുല സെറ്റ് ചെയ്യുന്നു,
ഈക്വൽ ടു ആൻഡ് B2 ഗ്രേറ്റർ ദാൻ G2 ആണോന്നും B2 ലെസ് ദാൻ H2 ആണോന്നും നോക്കുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു കളർ വാല്യൂ ഒരു യെല്ലോയിഷ് കളർ കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ കറൻ്റ് ഈ കമ്പനിയുടെ വാല്യൂ 160 എന്നാക്കിയെന്ന് കരുതുക. സോ അതിൻ്റെ ഡിഫറൻസിലും ചേഞ്ചസ് വരും. ഡിഫറൻസും കാര്യങ്ങൾ ചേഞ്ച് വരത്തില്ല, പക്ഷെ വാല്യൂ ചേഞ്ച് വരുന്നില്ല. അതായത് ഇവിടെ വാല്യൂ നിങ്ങളിവിടെ നോക്കുക, 1/4 എന്ന് പറയുന്നത് 3/4 എന്ന് പറയുന്നത് 175 ആണ്. അതേപോലെ ഹാഫിന് മുകളിലുമാണ് കറണ്ട് വാല്യൂ, അതായത് 160 ആണ്. അതുകൊണ്ട് ആ വാല്യൂ യെല്ലോ കളറിൽ വന്നു. ഇനി കൺസിഡർ ചെയ്യുക, ഈ വാല്യൂ 178 ആയെങ്കിൽ അത് ഗ്രീനായി. അത് മാറി ആ വാല്യൂ ഒരു 122 ആയിക്കഴിഞ്ഞാൽ അത് റെഡായി. 130 ആയിക്കഴിഞ്ഞാൽ അത് ഓറഞ്ചായി. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഫെച്ചായി മാറിക്കൊണ്ടിരുന്നുള്ളൂ. നമ്മളിവിടെ മാറ്റി ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഈ കറണ്ട് വാല്യൂസ് ഇത് ചേഞ്ച് ആയിക്കൊണ്ടേയിരുന്നുള്ളൂ, ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആയിക്കൊണ്ടേയിരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കത് സെറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഇവിടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഈ ടിക്കർ വാല്യൂ ആണ് മെയിൻ. ആ വാല്യൂ ഉണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഈ വാല്യൂസ് റിസീവ് ചെയ്യത്തുള്ളൂ. ആ വാല്യൂവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ NSE ഗൂഗിൾ ഫിനാൻസിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ NSEയുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇക്വിറ്റീസിൽ പോയി അവിടെ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി, ITC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനീനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. അതിൻ്റെ കൂടെ അതിൻ്റെ സിമ്പിൾ വാല്യൂസും കിട്ടും. സോ ഇങ്ങനെയാണ് ജസ്റ്റ് നമ്മളൊരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാനപ്പോൾ കുറച്ച് ഷീറ്റുകൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് Nifty 50-ലുള്ള 50 സ്റ്റോക്കുകളുടെ ലിസ്റ്റാണിത്. അപ്പോൾ സപ്പോസ് നിങ്ങൾ കരുതുക നിങ്ങൾക്ക് Nifty 50-ലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് നോക്കുക, അതായത് ടോപ്പ് 50 കമ്പനീസ്. അപ്പോൾ ആ കമ്പനിയുടെ എപ്പോഴാണ് നമ്മളത് വാങ്ങിക്കേണ്ടത്, എപ്പോൾ വാങ്ങിച്ചാലായിരിക്കും നമുക്ക് അതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്യുക, ഏഷ്യൻ പെയിൻറ്റ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോപ്പുലറായിട്ടുള്ള പെയിൻറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്നത് ആ കമ്പനിയുടെ ഏറ്റവും നിയറസ്റ്റ് ലോ പ്രൈസിന് നിയർലിയാണ് അതിപ്പം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ ആ സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി ഡൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്ട് അല്ലെങ്കിൽ ബജാജ് ഓട്ടോ ഇതെല്ലാം ഗ്രീനാണ്. അതായത് ആ കമ്പനിയുടെ ഡിഫറൻസിൻ്റെയും 3/4 അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളവിടെ ഗ്രീൻ കളർ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ യെല്ലോയിഷ് നോക്കുക, അതായത് ഡിഫറൻസിൻ്റെ ഹാഫിനും 3/4 ഇടയിൽ നിൽക്കുന്നതുകൊണ്ടാണ് യെല്ലോയിഷ് മാപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ HDFC ബാങ്ക് 1/4 ഹാഫിനും ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓറഞ്ചായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷീറ്റ് എങ്ങനെ ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാ ദിവസവും പോയി നിങ്ങൾക്കിപ്പം നിങ്ങൾ കരുതുക നിങ്ങൾക്കൊരു ബാങ്ക് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ നിഫ്റ്റി ബാങ്ക് എടുത്തിട്ടുണ്ട്. ഈ ബാങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഏറ്റവും ലോവസ്റ്റിലേക്ക് പോയി കിടക്കുന്നത് ഏതൊക്കെ സ്റ്റോക്കാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇപ്പോൾ ഇവിടെ ടോപ്പ് Nifty 50-ലുള്ള ഏഷ്യൻ പെയിൻറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒത്തിരി സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൈറ്റാണ്, മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അവിടെ ചെന്നിട്ട് ഏഷ്യൻ പെയിൻറ്റ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കിട്ടും. അപ്പോൾ അവരും ഇവിടെ ഡിവിഡൻഡ് എന്തോരം ഉണ്ടാവും, ഹൈ ലോയ് ROC എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ടാവും. ആസ് യൂഷ്വൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ നല്ല വശങ്ങൾ എന്താണെന്നും ഇപ്പോഴത്തെ എന്താണ് അതിൻ്റെ ഡീമെറിറ്റായിട്ട് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെയും കാണിക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഹൈലി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് ഈ കമ്പനിയുടെ. എന്നാൽ പോലും കറൻ്റ്ലി പെയിൻറ്റ് മാർക്കറ്റ് സെക്ടർ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ ബർജർ പെയിൻറ്റ്സ്, വേറെ അപ്പോളോ പെയിൻറ്റ്സ്, ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്റ്റോക്കിൽ കുറച്ച് താഴോട്ട് പോകുന്നത്.
എങ്കിലും ഏറ്റവും പോപ്പുലർ സ്റ്റോക്ക് തന്നെയാണ്. ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കത്തില്ല. പക്ഷെ ഒരിക്കലും അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ നിൽക്കുമ്പോൾ നിങ്ങളതിൽ ഇൻപുട്ട് എടുക്കരുത്. അത് ഒന്നെങ്കിൽ 1/2 താഴെ വരുവാണെങ്കിൽ ജസ്റ്റ് കൺസിഡർ ചെയ്താൽ ഓറഞ്ച് കളറായ നിങ്ങളുടെ ഹാഫിന് താഴെയും 1/4 താഴെയും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ക്വിക്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഗൂഗിൾ ഷീറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള കുറേ സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കുറേ റെക്കമെൻഡേഷനൊക്കെ വരുന്നുണ്ടെങ്കിലും ഓടിച്ചാടിയ സ്റ്റോക്കുകൾ വാങ്ങിക്കില്ല. ഇങ്ങനെ ഒരു ഗൂഗിൾ ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാല്യൂസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻ പ്രൈസ് കളറിങ് വെച്ചിട്ട് നിങ്ങൾക്കത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഇതിൻ്റെ കൂടുതൽ ഇൻപുട്സ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ എഴുതുക. താങ്ക്സ് സോ മച്ച്.